നമ്മൾ കുറേ നാളുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന നോട്ടിഫിക്കേഷനാണ് LDCയുടെ നോട്ടിഫിക്കേഷൻ. ഇത് ഇപ്പം മതി എന്ന് പറഞ്ഞിരുന്നു. അവസാനം 2023 ഡിസംബർ ആയപ്പോഴാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്കുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പ്രിലിമ്, മെയിൻ എന്നിങ്ങനെയുള്ള 2 പരീക്ഷകളായിട്ട് നടത്തുന്നതിന് പകരം ഈ പ്രാവശ്യം തൊട്ട് അത് ഒറ്റ പരീക്ഷയായിട്ടാണ് നടത്തുമെന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാണ് പല ജില്ലകളിലും ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളതെന്നാണ്. നമുക്കറിയാം നമ്മുടെ LDC എന്ന് പറയുന്നത് ഓരോ ജില്ലയ്ക്കും ഓരോ കട്ട് ഓഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ കട്ട് ഓഫുകളുടെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒന്ന് അവിടെ എത്ര വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അവിടെ എത്ര പേര് പരീക്ഷ എഴുതുന്നു എന്നിങ്ങനെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചാണ് ആ ഒരു ജില്ലകളുടെ കട്ട് ഓഫ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 2019 അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ LDCയുടെ പരീക്ഷയുടെ കട്ട് ഓഫുകൾ ജില്ലകൾ അടിസ്ഥാനപ്പെടുത്തി എത്രയായിരുന്നു, അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫുകൾ എത്രയായിരുന്നു എന്നതിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാ ജില്ലകളിലും കട്ട് ഓഫ് നല്ല കൂടുതലായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് അന്ന് 66.33 കട്ട് ഓഫ് വന്നത്. അതിന് തൊട്ടടുത്തുള്ള കൊല്ലത്തും സമാനമായ കട്ട് ഓഫാണ്, 64.33 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. വയനാട് എടുത്തു കഴിഞ്ഞാൽ 49.67, കണ്ണൂർ 52.67, തൃശ്ശൂർ 63, കാസർഗോഡ് 48, പാലക്കാട് 58.67, ആലപ്പുഴ 61.33, പത്തനംതിട്ട 48, അതുപോലെ തന്നെ മലപ്പുറം 62, കോഴിക്കോട് 47, എറണാകുളം 60 എന്നിങ്ങനെ ആണ് പല ജില്ലകളിലും കട്ട് ഓഫ് വന്നത്. നമ്മൾ അന്നത്തെ കട്ട് ഓഫുകളിൽ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. തിരുവനന്തപുരം, അതുപോലെ തന്നെ ആലപ്പുഴ, അതുപോലെ തന്നെ എറണാകുളം എന്നിങ്ങനെയുള്ള ജില്ലകളിലാണ് ഏറ്റവും കൂടിയ കട്ട് ഓഫ് വന്നത്. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ വയനാട്, ഇടുക്കി തുടങ്ങിയ ജില്ലകളും പിന്നെ കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലയിലും പത്തനംതിട്ടയിലൊക്കെയാണ് കട്ട് ഓഫ് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് അന്ന് കുറഞ്ഞിരുന്നത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഏറ്റവും ഹൈ ആയിരുന്നു. ഇപ്പം തിരുവനന്തപുരമൊക്കെ ആണെന്ന് വെച്ചാൽ 66 ഏറ്റവും കൂടിയ കട്ട് ഓഫ് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഇതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ ജില്ലകളിലും ഇതിനെ അപേക്ഷിച്ച് കട്ട് ഓഫ് തീരെ കുറവായിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ പരീക്ഷയുടെ കട്ടി തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ LDC പരീക്ഷ നല്ല പാടുള്ള ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും ജില്ലകളിലും കട്ട് ഓഫുകൾ കുറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ തിരുവനന്തപുരത്ത് 52.67 മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. അതുപോലെ തന്നെ കൊല്ലം എടുത്താൽ കൊല്ലത്ത് 54.67 ആയിരുന്നു കട്ട് ഓഫ്. പത്തനംതിട്ട എടുത്താൽ 52 കട്ട് ഓഫ്. കോട്ടയം എടുത്താൽ 54.67 കട്ട് ഓഫ്. ആലപ്പുഴയിൽ എടുത്താൽ 48.67 കട്ട് ഓഫ്. എറണാകുളത്ത് 53 കട്ട് ഓഫ്. ഇടുക്കിയിൽ 49 കട്ട് ഓഫ്. തൃശ്ശൂർ 55.33 കട്ട് ഓഫ്. പാലക്കാട് 54 കട്ട് ഓഫ്. അതുപോലെ തന്നെ മലപ്പുറത്ത് 53 കട്ട് ഓഫ്. അതുപോലെ തന്നെ കോഴിക്കോട് 54 കട്ട് ഓഫ്. വയനാട് 50 കട്ട് ഓഫ്. കണ്ണൂർ 55.33 കട്ട് ഓഫ്. കാസർഗോഡ് 51.33 കട്ട് ഓഫ്. ഇങ്ങനെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്നില്ല. ഇത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എല്ലാ ജില്ലകളിലും ഏകദേശം 50-നും 55-നും ഒക്കെ ഇടയിലുള്ള കട്ട് ഓഫുകളായിരുന്നു. ഒന്നും വലിയ വ്യത്യാസങ്ങളില്ലായിരുന്നു. ഇപ്പം തിരുവനന്തപുരത്ത് 55-ഉം വയനാടാണെങ്കിൽ 50 ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നുള്ളൂ.